നമസ്കാരം. ഇത് വളരെ ഔപചാരികമായ ഒരു കൂടിച്ചേരലല്ല. നമ്മൾ പരസ്പരം അറിയാവുന്ന ഒരുപാട് പേരുടെ ഒരു ഒത്തുകൂടലാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു അവിചാരിതമായ ഒരു യാദൃശ്ചികതയാണ്. ഏതാണ്ട് കൃത്യമായും പറഞ്ഞാൽ ഒരു വർഷവും ഒരു ദിവസം മുമ്പ് ഇതേ വേദിയിൽ ലാൽ ഉൾപ്പെടെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത് ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ദിവസമാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയായ ആ ആഘോഷം എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. ആദ്യമായിട്ടാണ് NFDC ഒരു മലയാള ചിത്രം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഫിലിം മാസ്റ്ററുകൾ പറയുമ്പോൾ അവർ അതിൽ പ്രിസർവ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ഒരു റീസ്റ്റോറിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് അതിൻ്റെ റീസ്റ്റോറിംഗ് സംഭവിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ കഴിഞ്ഞ IFFIൽ ഗോവയിൽ നടന്ന ഫെസ്റ്റിവലിൽ അതിലൊരു പ്രീമിയർ ഷോ, റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. NFDCയിലെ MD ശ്രീ പ്രകാശ് മത്തും ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. അന്ന് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ഹോൾഡറായ ശ്രീ ശിവകുമാറും ഞാനും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മലയാളികളല്ലാത്ത വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ച ആ സിനിമയെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ്റെയൊക്കെ ഏറ്റവും പരമോന്നതമായ ഒരു അവസ്ഥ അനുഭവിക്കാൻ എനിക്ക് അവിടെ കഴിഞ്ഞു. ഇന്ന് വീണ്ടും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അതേ സ്വീകാര്യത ഈ സിനിമയ്ക്കുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കടന്നു വരുമ്പോൾ ഞങ്ങൾ കണ്ടു ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഈ സിനിമയുടെ തിരശ്ശീലയ്ക്ക് മുമ്പിലും പിൻപിലുമായി പ്രവർത്തിച്ച ഒട്ടനവധി പേർ ഇവിടെ നമ്മോടൊപ്പമില്ല. നമ്മോടൊപ്പം ഇന്നും ഉള്ള ഞാനുൾപ്പെടെ ലാലുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരെയും ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലാലിൻ്റെ സ്വാഭാവികമായിട്ടും ലാൽ ഇതിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. ലാൽ തന്നെ പറഞ്ഞ സമയത്ത് ലാൽ തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ലാലിനെ കാണാൻ ചെല്ലുമ്പോൾ ഇതിനൊരു പ്രീമിയർ ഷോ, ഒരു സെലിബ്രിറ്റി ഷോ നടത്താനുള്ള ഒരു ഡേറ്റാണ് ചോദിക്കാൻ ചെന്നത്. ലാൽ അത് സമ്മതിച്ച ശേഷം പറഞ്ഞു, 22-ാം തീയതി ഞാൻ ഫ്രീയാണ്, അന്ന് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ചടങ്ങ് കൂടി നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷനിൽ ഇതിൻ്റെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകളും ഓരോരുത്തരെയും കാണുമ്പോഴേക്കും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരും വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ പാർവതിയെ വിളിക്കുമ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരായിട്ടുള്ള ക്യാമറാമാൻ കുമാറുണ്ട്, വേദപ്പുറം ദാമോദരൻ എന്ന പേര് അദ്ദേഹമുണ്ട്, MG ശ്രീകുമാറുണ്ട്, എഡിറ്റർ ഭൂമിനാഥൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള അഭിനേതാക്കളായിട്ട് ഉള്ള മണിയൻ വെള്ളരാജുണ്ട്, ജഗദീഷ് ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു, ഉഷയുണ്ട്, കൊല്ലം തുളസിയുണ്ട്, പൂജപ്പര രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഒട്ടുമിക്ക പേരും എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഉടനെ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ കൂടിച്ചേരൽ നമുക്കൊരുമിച്ച് ഇവിടെ ഈ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ കിട്ടിയ ഈ അവസരത്തെ ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷങ്ങളാണ്.
ഇവിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയവർ ഒരുപാട് പേരുണ്ട്. തിക്കുറിശ്ശി ചേട്ടനും ശങ്കരാടി ചേട്ടനും ഉണ്ണികൃഷ്ണൻ ചേട്ടനും ശ്രീനാഥ്, മുരളി, തിലകൻ ചേട്ടൻ, പനുമ ചേച്ചി, ഫിലോമിന ചേച്ചി, കനകലത, ഒരുപാട് പേര്, ജോൺസൺ മാസ്റ്റർ കുടുംബം ഇന്നിവിടെ എത്തിച്ചേരേണ്ടതാണ്, എത്തിച്ചേരും ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് സങ്കടപ്പെടുത്തുന്നത് ഒരാളുടെ ഭാവം ലോഹിതദാസിൻ്റെതാണ്. ലോഹി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ഇപ്പോഴും മോഹിക്കുന്നു. ലോഹിയുടെ ആ ഒരു അസാന്നിധ്യത്തെ നികത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഇനി വിളിക്കേണ്ടത് ലോഹിയായിരുന്നു. ലോഹിക്ക് പകരം ലോഹിയുടെ മക്കളെ 2 പേരും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുണ്ണി, ഞങ്ങളുടെ ചക്കര. ഞങ്ങളുടെ കിരീടത്തിൻ്റെ ലൊക്കേഷൻ ആദ്യം പാലക്കാട് ഭാഗത്താണ്, ചുറ്റുകളാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ലൊക്കേഷൻ കാണാൻ പോയി വരുമ്പോഴൊക്കെ ലോഹി വല്ലാതെ ഒരു ടെൻഷനിലാണ്. കാരണം ലോഹിയുടെ ഭാര്യ ഗർഭിണിയാണ്, പ്രസവം എടുത്തിരിക്കുന്നു, ഏത് ദിവസവും പ്രസവം സംഭവിക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചുറ്റുകൾ ഭാഗത്തൊക്കെ തിരിച്ച് വടക്കാഞ്ചേരിയിലെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ ലോഹി ഫോൺ ചെയ്തു. അപ്പോൾ അറിയുന്നു ഈ ചക്കര ജനിച്ചു. അങ്ങനെ അവർ ജനിക്കുന്നതിന് മുമ്പ് അവരുടെ അപ്പൻ എഴുതിയ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമയുടെ ഈ ആഘോഷവേളയിലേക്ക് അവരെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ സിനിമയെക്കുറിച്ച് കിരീടം സിനിമയെ പറ്റി എന്താ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം, അച്ഛൻ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സിനിമ. അത് ആ സിനിമ ഞാനൊക്കെ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തൊട്ട് എപ്പോഴും ടി വിയിലൊക്കെ പലപ്പോഴും കണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും അന്ന് ആ ഒരു തലമുറ ഫ്രഷ് ആയിട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവത്തെ പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നിപ്പോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു മാർഗം ഇതാണ്. അതിനെ റിസ്റ്റോർ ചെയ്ത് അതിനെ അന്നത്തെ ഒരു ദൃശ്യഭംഗിയിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ടി വിയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ഇത് അനുഭവിക്കാനായിട്ടുള്ള ഭാഗ്യം വീണ്ടും എല്ലാവർക്കും ഉണ്ടാവും എന്ന പ്രതീക്ഷ.